ഞങ്ങളൊന്ന് ആവശ്യപ്പെടുകയാണ്. ഇപ്പോഴും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന, നിങ്ങളുടെ ചതിവലകളിൽ വല്ലാതെ പെടാത്ത ഒരുപാട് മക്കൾ നിങ്ങളുടെ മദ്രസകളിലുണ്ട്. ആ മക്കൾക്കൊക്കെ മേറാജിന്റെ സന്ദേശവും നോമ്പിനെ കുറിച്ച് പഠിക്കണം. നിങ്ങളുടെ സിലബസിൽ അത് ഉൾപ്പെടുത്തണം. ആവശ്യമായി ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ വെക്കുകയാണ്. ആവശ്യപ്പെടാലോ, അവകാശവുമുണ്ട്. ഞങ്ങളിതാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങളിതൊക്കെ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങളിത് ആവശ്യപ്പെടുകയാണ്. മേറാജിന്റെ നോമ്പ് മാറ്റി. കാട്ടുകള്ളൻ സമതേ പമ്പൈസേ, അന്റെ അജിപ്പൊരു ആവശ്യം ഉന്നയിച്ചാണല്ലോ, നമ്മളൊന്ന് പരിഗണിക്കുക. ഞാൻ പരിഹരിച്ചരാ, ഞാൻ പരിഗണിച്ചരാ. ഞങ്ങളെ മദ്രസയിലുണ്ടോ ഇല്ലേ ഞാൻ കാണിച്ചുതരാ. പിന്നെ ഇജ ഒന്ന് പറയിപ്പിച്ച് നോക്കി എന്റെ കോമാടൻ. എന്ത് നിങ്ങളെന്താ പറയണ്ടത്, ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞേക്കാണ്ട് ഒന്ന് പറയിപ്പിച്ച് നോക്കി. അതൊന്നും നടക്കൂല. ഞങ്ങളെ സിലബസ് കണ്ടോ, ഞങ്ങളെ ബുക്ക് കണ്ടോ, ഞങ്ങളെ ബുക്കിൽ അതുണ്ട്. അതിൻ്റെ ആദ്യം ബുക്കൊക്കെ ഒന്ന് നോക്കി. പിന്നെ ആ പറഞ്ഞ ചെറിയൊരു ഓർമ്മപ്പിശക് മൂലം സംഭവിച്ചു പോയതാണെന്ന് ആ പറഞ്ഞ ആളെന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങോട്ട് കുതിര കയറണ്ട. അതുകൊണ്ട് എൻ്റെ ആവശ്യം അത് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. അത് എന്നെ അറിയിക്കുകയാണ്. ഇനി തൊള്ള തുറക്കരുത് അതിനെ പറ്റി. ആ ബുക്ക് കണ്ടോ? നൗഷാദിനോടും പറഞ്ഞാൽ കുഞ്ഞമ്മീനോടും പറഞ്ഞാൽ കേട്ടോ. എന്തെങ്കിലും വിളിച്ചു വരല്ലോ മോൻ്റെ കാട്ടുകള്ളൻ പമ്പൈസ് സമതേ കണ്ടോ? ഞങ്ങൾ ദുറൂസുൽ ഇസ്ലാം 5ാം ക്ലാസ്സിലെ ഫിഖ്ഹാണിത്. അതിൽ കണ്ടേ ഒരു വാപ്പയും മോനും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ സുന്നത്ത് നോമ്പിന്റെ മാത്രങ്ങളൊക്കെ ഇങ്ങനെ വാപ്പ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി ചോദിക്കുകയാണ്, അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, ഏതൊക്കെയാണ് സുന്നത്ത് നോമ്പുകൾ. അപ്പോൾ വാപ്പ കുട്ടിക്ക് പഠിപ്പിച്ചെടുക്കുക. ഓരോ നോമ്പുകളും എണ്ണീറ്റ് മിറാജ് ദിനം, അന്ന് സുന്നത്ത് നോമ്പുള്ള ദിവസമാണ്. ബറാത്ത് ദിനം, അതേപോലെ അറഫ ദിനം, മുഹറം 9, 10 ഈ ദിവസങ്ങളിൽ. പിന്നീട് ഈ ദിവസങ്ങളിലെല്ലാം സുന്നത്ത് നോമ്പുകളുണ്ട്. അപ്പം മിറാജിന്റെ സുന്നത്ത് നോമ്പ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മോൻ്റെ പൊലമ്മൻ്റെ പാട്ടുകളാ കേട്ടോ. പിന്നെ പറഞ്ഞ ആൾ പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ, അത് മൂപ്പരനെ പറഞ്ഞിട്ടുണ്ട്. എന്തേ അത് ഓർമ്മപ്പിശക് മൂലം സംഭവിച്ചതാണ്. അത് അദ്ദേഹം തിരുത്തി ചെയ്തിട്ടുണ്ട്. ഞാൻ അയിമൽ ഇങ്ങനെ സൈക്കിൾ എടുത്ത് പോരണ്ട. ഞങ്ങളെ ഫിഖാണ് 5ാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിച്ചെടുക്കണം. എൻ്റെ കാട്ടുകളെ നൗഷാദും പറഞ്ഞിട്ടുന്നില്ല, മറ്റേ കാട്ടുകളോടും പറഞ്ഞാളെ. കണ്ടോ? കണ്ണ് തുറന്ന് വായിച്ചു നോക്ക്. ഈ ഞങ്ങളെ സിലബസിൽ ഉൾപ്പെടുത്തണം. ഓ ഇത് ആരാടി? ഈ അടുത്ത് പല യാത്രകളും നടന്നു. AP വിഭാഗത്തിന്റെ കീഴിൽ കേരള യാത്ര, സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ പ്രചരണം എന്നൊക്കെ പറഞ്ഞാണ് ആ യാത്ര ഉണ്ടായത്. ആ യാത്രയിൽ എന്താ ഉണ്ടായത്? മംഗലാപുരത്ത് നിന്ന് തുടങ്ങി തിരുവനന്തപുരം എത്തുന്നതിനിടയിൽ പക്കാ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിലൊക്കെ പറയുന്നത്. ഖേദകരം. ഒരുപാട് ജനങ്ങൾ 10,000-ങ്ങളൊക്കെ മുന്നിലുണ്ടാകുമ്പോൾ ഈ ആളുകളൊക്കെ സുന്നികളാണ്, പരലോകമുള്ള ആളുകളല്ലേ. അതിനൊന്നും തരപ്പെട്ട ഒരു ഉപദേശവും ഒരു ചർച്ചയുമില്ല. കേട്ടില്ല ഈ മോയന്ത് പച്ചക്കള്ളം പറയണ്ടേ? ഈ യാത്രയിൽ ഉടനീളം രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെ ഈ പങ്കെടുത്താലോ ജി ഞങ്ങളോടാ പറയണ്ടേ പച്ച നോണ. പിന്നെ പോകാൻ പറഞ്ഞിട്ടില്ല ഞങ്ങള്. ഓരോ യാത്രയിലും 10,000-കണക്കിന് സുന്നികളുണ്ട്. അപ്പൊ എൻ്റെ നൗഷാദ് മോയന്തല്ലേ ഇവിടുന്ന് പറഞ്ഞേ 4 ആൾ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് പങ്കെടുത്തതെന്ന്. ഉപ്പാ പൊളിഞ്ഞില്ലേ? ആ കളവ് പൊളിഞ്ഞു. ആ ക്ലിപ്പൊന്നും കണ്ടോ? കോട്ടക്കെന്ന് പറഞ്ഞേ. അപ്പൊ അതാണ് പറഞ്ഞേ. നിങ്ങൾ ഒന്ന് പറയുമ്പോൾ മറ്റേ പൊളി. നിങ്ങൾക്ക് എന്താ പറയേണ്ടതെന്നുള്ള ഇതില്ല. നൗഷാദ് എന്താ കോട്ടക്കെന്ന് പറഞ്ഞായി 4 ആൾക്കാർ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. ഇജ് പറഞ്ഞ 10,000-ങ്ങളുണ്ട് ഓരോ സദസ്സിലും. എന്തായാലും തിരുവനന്തപുരത്തുള്ള സമാപനം ഇപ്പൊ എല്ലാത്തിനാടി ആൾ അവിടെ അല്ല വേണ്ടിയിട്ടേ. അപ്പൊ അവിടെ 4 ആൾ എന്തായാലും ആവില്ലല്ലോ. അപ്പൊ നൗഷാദ് പറഞ്ഞ കളവല്ലേ? നിങ്ങളാ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ പറയേണ്ടേ. ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യം ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല, ഇനി കാണാൻ പോകുന്നില്ല. എന്ത് 4 തലയെക്കെട്ടിട്ട് മൊയിലേരുട്ടിയാൾ മുന്നിലിരുന്ന സദസ്സിനെ കുറിച്ചായി പറയുന്നത്. 4 മൈലേമാരെ അവിടുന്ന് ഇവിടുന്ന് വന്ന് അതെന്നെ അവിടെ എത്തിയിട്ട് വെള്ളിയാഴ്ചയാണല്ലോ, ജുമ പോലും പലർക്കും കിട്ടിയില്ല. അതെല്ലാം ആയിട്ട് അവിടെ വന്നിട്ട് ഇരുന്ന് കേട്ടില്ല. ഞങ്ങൾ തിരുവനന്തപുരത്തെ സദസ്സിനെ പറ്റിയാണ് ഈ പറയണ്ടേ. 4 മൂല്യന്മാർ അവിടുന്ന് ഇവിടുന്ന് വന്നിട്ട് അവിടെ ഇരുന്നതാണ് തിരുവനന്തപുരത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഗ്രൂപ്പിലുള്ളവരല്ലേ പലരും പോയവരില്ലേ, കണ്ടവരില്ലേ? 4 ആൾക്കാരോടുള്ള സമ്മതം എന്താ പറയുക? 10,000-ങ്ങളുണ്ട് ഓരോ സദസ്സിലും. ഒരുപാട് ജനങ്ങൾ 10,000-ങ്ങളൊക്കെ മുന്നിലുണ്ടാകുമ്പോൾ ഈ ആളുകളൊക്കെ സുന്നികളാണ്, പരലോകമുള്ള ആളുകളല്ലേ. ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യം ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല, ഇനി കാണാൻ പോകുന്നില്ല. എന്ത് 4 തലയെക്കെട്ടിട്ട് മൊയിലേരുട്ടിയാൾ മുന്നിലിരുന്ന സദസ്സിനെ കുറിച്ചായി പറയുന്നത്. 4 മൈലേമാരെ അവിടുന്ന് ഇവിടുന്ന് വന്ന് പണ്ടാ പെണ്ണ് പാവാടോട് മുഖം മറച്ച ഭാര്യയായി. സമ്മതം പറയുമ്പോൾ നൗഷാദ് ഇവിടെ നന്നായിട്ട് വിളിച്ചു. 4 ആള്, മോനോ 10,000. പറയേണ്ടതോ ഒരേ ശൈത്താൻ നിർദ്ദേശത്തില്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർ ശൈത്താന്മാരല്ലേ, പിന്നെ ആരാ ശൈത്താന്മാരെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇട്ട ക്ലിപ്പിന് എന്തെങ്കിലും തകരാറുണ്ടോ? ഇത് തിരുവനന്തപുരത്തെ കുറിച്ചല്ല പറഞ്ഞതെന്ന് പറയാൻ തരുന്നുണ്ടോ? ഇന്ത്യത്തിൻ്റെ പുള്ളേ നിങ്ങളെന്താ വിചാരിച്ചേ?
ഒന്ന് പറയും സമ്മതൊക്കെ ആൺകുട്ടിയാണെങ്കിൽ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാടാ ഗ്രൂപ്പ് തുറന്നുതരാ തൊള്ള തുറന്നു വാ വന്നേ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ തലയിൽ കെട്ടി ഇത്ര വലിപ്പമുണ്ടല്ലേടി പൂത്തോളല്ലേ അത് വരച്ചു നോക്കിയാ എടി നിങ്ങളെ പ്രസംഗം കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും. വെറുതെ ആൾക്കാർ നിങ്ങൾക്ക് മറുപടി വരാത്തത് കാരണം എന്താ ഈ അവസ്ഥയാണ്. ഒരു പ്രസംഗം കേട്ട് അടുത്ത പ്രസംഗം ആകുമ്പോഴത്തേനും അതിന് നേരെ തിരിച്ചു പറയും. കോട്ടക്കൽ 4 ആളുള്ളൂ ഇനി കേരള യാത്രയുടെ സസിലക്ക അതും തിരുവനന്തപുരത്ത് അതും സമാപനത്തിൽ സബത് പറഞ്ഞിട്ടോളി 10,000 പങ്കെടുത്തുന്നത് എങ്ങനെയുണ്ട്? ആ പണ്ട് മാനവസഞ്ചാരത്തെ പറ്റി പറഞ്ഞ തന്നെ അന്ന് പറഞ്ഞ ഓർമ്മല്ലേ? കള്ളുടിച്ചുകൊണ്ടാ നിങ്ങൾ സ്റ്റേജ് കയറ്റല്. ഒന്നുമില്ല നിങ്ങളെടുത്ത് മുഫ്ലിസാ യഥാർത്ഥത്തിൽ. ധനബലം ഉണ്ടാകാം, ആൾ സ്വാധീനം ഉണ്ടാകാം. ഈ മോൻ തന്നെ കോട്ടക്കെന്ന് പറഞ്ഞേ 4 ആൾക്കാരുള്ളൂ. 4 ആളത്തെത്തിയപ്പോൾ ഇവൻ തന്നെ പറഞ്ഞെന്താ നിങ്ങൾക്ക് ആൾബലം ഉണ്ടാകാം, 4 ആളുടെ ആൾബലമാകും മോൻ്റെ. ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യം ഇന്ന് വരെ കണ്ടിട്ടുണ്ടാവില്ല, ഇനി കാണാൻ പോകുന്നില്ല. എന്ത് 4 തലയെക്കെട്ടിട്ട് മൊയിലേരുട്ടിയാൾ മുന്നിലിരുന്ന സദസ്സിനെ കുറിച്ചായി പറയുന്നത്. 4 മൈലേമാരെ അവിടുന്ന് ഇവിടുന്ന് വന്ന് തിരുവനന്തപുരത്തല്ലേ ഇവിടെ സമാപനം ഉണ്ടായത്. അന്നേരം ആൾ വണ്ടിയിൽ അന്ന് ആളില്ലാന്നാതി പറഞ്ഞത്. പിന്നെ ആൾബലം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഉറുദു വണ്ടി ഇരുതങ്ങായി. അത് ഞാൻ ചോദിച്ചു കള്ളുടിച്ച് കണ്ടാണോ സ്റ്റേജ് കയറല്? പലതും അടിച്ചിട്ടാ ഫിറ്റാക്കിയിട്ടാ സ്റ്റേജ് കയറല്? 4 ആളായ ആൾബലാവോ? ഒന്ന് പറയാ. സ്വന്തം പ്രസംഗം ഇരുന്ന് കേൾക്കണോ ആദ്യം പുറത്തേക്ക് വരുന്ന മുമ്പ്? എൻ്റെ മുന്നിൽ കുത്തിറക്കുന്ന മോയന്തന്മാരെ കയറാം മന്ദന്മാരെ കയറാം ഒരിക്കലും മനസ്സിലാവില്ല. ബുദ്ധിയുള്ള ആളുകൾ എനിക്ക് മറുപടി പറയലും കേൾക്കലില്ലല്ലോ. പിന്നെ നമ്മൾ ആരെങ്കിലും ഒന്ന് മാണ്ടേ? ഇതേമാതിരി ചീത്തന്മാരാന്ന് ആരെങ്കിലും ഒന്ന് തുറന്ന് കാട്ടണ്ടേ? എല്ലാവർക്കും ഒരേ ചീത്തന്മാരാന്നല്ലേ? എല്ലാവരും ഇപ്പം വിരിയേരി കഴിഞ്ഞു. ഇനി ആരെങ്കിലും അറിയാൻ ബാക്കിയുണ്ടെങ്കിൽ ഓയും കൂടി അറിയിച്ചാൽ നമ്മളെ പോലത്തെ സാധാരണക്കാർ ഇത് കാണിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതിലൊന്നും ഒത്തുമില്ല, ഒക്കെ ചീത്തന്മാരാ. എന്താ പറയുന്നത് ഒന്ന് ഉൾക്കന്നെ ബോധമുണ്ടാവില്ല. ഈ ആളുകളൊക്കെ സുന്നികളാണ്, പരലോകമുള്ള ആളുകളല്ലേ? തന്നെ സുന്നികളാ തന്നെ. അപ്പൊ എൻ്റെ നൗഷാദ് മോയിന്തല്ലേ പറഞ്ഞേ, ഷംസുല്ല പറഞ്ഞേ ഇവരൊന്നും സുന്നിയല്ല, എന്തെങ്ങനെ അവര് സുന്നികളാല്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ അവർ സുന്നിയാണെന്ന് പറയുന്നവർ ആണ്. പക്ഷേ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, അവർ സുന്നിയല്ല. അവർ സുന്നിയല്ല. ശംസുൽ ഉലമ ഈ അന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ വാചകം അതാടോ പറഞ്ഞേ. നിങ്ങൾക്ക് ഒരുക്ക പറഞ്ഞ അവർക്ക് ഓർമ്മയില്ല എന്ന് പറയടാ. ഇപ്പൊ സുന്നികളാണല്ലേ? ശംസുല്ലം പറയുന്നത് സുന്നിയല്ല, സുന്നത്തേക്കാൾ സുന്നികളാണ്. അതന്നെ കളവാണ്. അത് വേറെ ഞാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ കാണിച്ചു തരാം. എന്തിന്റെ എന്ന് പറഞ്ഞ കോട്ടക്കെന്ന് പറഞ്ഞതിനെ പറ്റി ഒന്ന് പറഞ്ഞ വിചാരിച്ചിരിക്കാം. ഇപ്പൊ സുന്നികളാണ്. 14 സുന്നികളല്ലേ? അപ്പൊ മുമ്പ് പറഞ്ഞതോ അത് പൊളിഞ്ഞു. ഇതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്നുള്ളൊരു ബോധമില്ലടാ. മൂഡിലല്ലേ പ്രസംഗിക്കണ്ട്, തരിപ്പിലാ എല്ലാവരും. നല്ല ഫുൾ മൂഡ് കുഞ്ഞാമേക്കാരെപ്പോഴും ഫിറ്റ്. ഓനാ ഡോസ് കൂടുതലുള്ള അടിക്കലുണ്ട്. ഡോസ് കുറവുള്ള സമുദ്രമാണ്. നൗഷാദ് ഇടത്തരായി അടിക്കലുണ്ട്. 3 ആൾ കേട്ടാൽ അങ്ങനെ തോന്നാം. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടുള്ള പോവാണ്.